ചായ. ബാപ്പ വരുന്നു. വലൈക്കും അസ്സലാം. ഇരിക്കൂ. ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. വേണ്ടതാണല്ലോ. ഇത്രയും കാലം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച മകളെ ജനിച്ചിട്ട് കാണാത്ത ഒരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചതല്ലേ. അവളുടെ വിവരങ്ങൾ അറിയേണ്ടത് ബാപ്പയുടെ ചുമതലയാണ്. എല്ലാവരെയും പോലെയല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവളെ കാണാതെ ഒറ്റ ദിവസം തള്ളി നിൽക്കാന്ന് വെച്ചാൽ എനിക്ക് പ്രയാസം. ഒറ്റ മകളല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. അതാണ് അനുസരിച്ച്. ഒരു ഇളം പെണ്ണിനെ പ്രായം കൂടി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതിന് പലർക്കും എന്നോട് വിരോധമാണ്. പക്ഷേ അതൊക്കെ എനിക്ക് പുല്ല. എനിക്കറിയാം. ഇവളെ പ്രസവിച്ചിട്ട് ആദ്യമായിട്ടാ വീട് വിട്ട് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാപ്പയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞാലല്ലേ അത്ഭുതമുള്ളൂ. റംലത്ത് പറഞ്ഞാണ് ശരി. വേർപാടിന്റെ നൊമ്പരം ചവച്ചിറക്കുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് ഉറങ്ങാനാവില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഇൻഷാ അല്ലാഹ്. എടാ, എന്താ വല്ലാത്തൊരാലോചന? ചായ വേണ്ടേ? ഞാനിനി ചായ കുടിച്ചാലെന്താ, കുടിച്ചില്ലെങ്കിൽ എന്താ? എന്താ കാര്യം? ഇക്കാക്കയുടെ 3 അങ്ങോട്ടും കഴിഞ്ഞ് എന്റെ 1-ാം കെട്ടിനെ കുറിച്ച് ഇക്കാക്ക് വല്ല ആലോചന എന്താ? ഇതാണ് പൂരം. നിനക്ക് വേണ്ടാത്തതിന് ഇക്കാക്കയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തുറന്നു പറ. ഇന്നേക്ക് ഇന്ന് നടത്താമല്ലോ. പറയണ കേട്ടാ എല്ലാം ഇവിടെ ഒത്തിരിക്കണ മട്ടുണ്ട്. പെണ്ണില്ലാണ്ട് എങ്ങനെയാണ് പെണ്ണ് കെട്ടണത്? പെണ്ണിനാണോ പഞ്ഞം? ഞാൻ പിന്നെ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? നിനക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ ഇക്കാക്കായോട് പറയാം, നമ്മുടെ നിക്കാഹ് നടത്തി തരാം. നിങ്ങളെ ഞാൻ നിക്കാഹ് കഴിക്കാനാ? എന്റെ ഭർത്താവിനെ എനിക്ക് പെണ്ണ് വേണ്ട, പടക്കോയും വേണ്ട. എന്റെ ആയുധം നീ എടുത്താ മതി. ഓടിക്കോ ഓടിക്കോ. എവിടെ വരെ ഓടുമെന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെ ആരുമില്ലേ? അസ്സലാമലൈക്കും. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായിരുന്നു. ദജ്ജാലപ്പിന്റെ പുയ്യാപ്പിളയല്ലേ? വിശേഷിച്ചോട്ട് ഞാൻ സുൽഫിക്കറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അവനിവിടെ ഇല്ലല്ലോ. എവിടെ പോയതാണെന്നറിയാമോ? പറഞ്ഞിട്ട് പോയെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. നാട് വിട്ടു പോയതാണെന്ന് ചിലർ പറയുന്നു. അവനെവിടെ ആണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒരു രൂപവുമില്ല. അങ്ങനെയാണോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് കാണാൻ, അത്ര തന്നെ. ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അങ്ങേരെന്തിനാ സുൽഫി അന്വേഷിച്ചു വന്നത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. റംലത്തെ, ഞാനിനി സുൽഫിക്കറിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അയാളുടെ വീട്ടിലും പോയിരുന്നു. ആർക്കും അയാളെ പറ്റി വ്യക്തമായ ഒരു അറിവും തരാൻ കഴിയുന്നില്ല. നാട് വിട്ടു പോയിരിക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം. ഞാൻ ഇനി എന്താ വേണ്ടത്? ഞാനെന്ത് പറയാനാണ്? ഒരു മാർഗമേ ഞാൻ ഇനി കാണുന്നുള്ളൂ. നിന്നെ നിന്റെ ബാപ്പയുടെ അടുത്ത് കൊണ്ടുപോയി വിടുക.
ദയവ് ചെയ്ത് അത് മാത്രം ചെയ്യരുത്. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ പിറ്റേന്ന് എന്റെ മയ്യത്തായിരിക്കും നാട്ടുകാർ കാണുന്നത്. പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ചേനാച്ചിമ്മയുടെ സ്ഥാനത്ത് ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ ചേനാച്ചുമ്മയെ പോലെ അല്ലല്ലോ നീ ഗർഭിണിയാണ്. നാളെ ആ സത്യം വെളിച്ചത്ത് വരും. അന്ന് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ നീ എന്ത് സമാധാനം പറയും? സുൽഫിക്കറിന്റെ പേര് പറയാനേ നിനക്ക് കഴിയൂ, അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? സുൽഫിക്കറിന്റെ പേരല്ലേ നീ പറയൂ. അതെ. എന്ന് വെച്ചാൽ മറ്റൊരുത്തനാൾ ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൂടെ താമസിപ്പിച്ചിരിക്കുന്ന വൃത്തികെട്ട മനുഷ്യൻ എന്ന ചീത്തപ്പേര് ഞാൻ സമ്പാദിക്കണമെന്ന്. എന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് മറ്റൊരുത്തന് ബാപ്പ എന്ന് വിളിക്കണമെന്ന്. ഞാനത് അനുവദിക്കണമെന്നാണോ നീ പറയുന്നത്? എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കൈവിടരുത്. നിങ്ങളുടെ കൂടെ പിറന്നൊരു സഹോദരിക്കാണ് ഈ അവസ്ഥ വന്നു ചേരുന്നതെങ്കിൽ നിങ്ങൾ അവളെ രക്ഷിക്കില്ലേ? പടച്ചവനെ ഓർത്ത്, ആദരവായ റസൂലിനെ ഓർത്ത്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ എന്നെ രക്ഷിക്കൂ. ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥ. ഇന്നു മുതൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പ ഞാനായിരിക്കണം. ആ കുഞ്ഞിന് ഈ ജന്മം ഇനിയൊരു ബാപ്പ ഉണ്ടാകാൻ പാടില്ല. എന്താ, സമ്മതിച്ചോ? സമ്മതമാണെങ്കിൽ നിനക്കിവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഈ നിമിഷം നിനക്കിവിടം വിടാം. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യമല്ലേ? അല്ലാഹു സാക്ഷിയായി. ഒരു കാര്യം കൂടി. മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം. അനുഭവത്തിൽ മാത്രം അന്യരും. ശരി, നീ കിടന്നോളൂ. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ. ഇരിക്കു സജന. ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം. തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? ആദ്യ ഭർത്താവ് മൊഴി ചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്ന് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല. പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ്. എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ.
ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ട് എന്തിനു നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മധുവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? ആ, ആ, ആ. നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കായ്ക്കറിയാമോ? ഇക്കായ്ക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കു കൊടുത്തിരിക്കുകയാണ്. നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം. ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യ് സജന, സത്യം ചെയ്യേ.